Hello everyone, welcome to Legal Lore by Anusha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ഹിന്ദു ലോ ആണ്. ഹിന്ദു ലോ എന്ന് പറയുന്നത് അതൊരു ഓൾഡസ്റ്റ് ലീഗൽ സിസ്റ്റമാണ്. അത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റമാണ്. ഈ ഹിന്ദു ലോയിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് റിലീജിയസ് ടെക്സ്റ്റ്, കസ്റ്റംസ്, ജുഡീഷ്യൽ ഡിസിഷൻസ്, അതുപോലെ തന്നെ മോഡേൺ സ്റ്റാറ്റ്യൂട്ടറി ലോസ് ഇതെല്ലാമാണ്. അതുകൊണ്ട് തന്നെ സോഴ്സസ് ഓഫ് ഹിന്ദു ലോയിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ആൻഷ്യൻ സോഴ്സസ് ആണ്. ആൻഷ്യൻ സോഴ്സസ് എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ട് ഫോളോ ചെയ്ത് വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ, പണ്ടത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള സോഴ്സസിനെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ആദ്യം പറയുന്നത് ശ്രുതിയാണ്. ശ്രുതി എന്ന് പറയുകയാണെങ്കിൽ ഹേർഡ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡിവൈൻ ടെക്സ്റ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് വേദാസ്. വേദാസ് എന്ന് പറയുമ്പോൾ അതിൽ ഋഗ്വേദ, യജുർവേദ, സമവേദ ആൻഡ് അഥർവവേദയാണ് ഉള്ളത്. ഇതിലൂടെയാണ് സ്പിരിച്വൽ അതുപോലെ തന്നെ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഹിന്ദു ലോന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് മോറൽ ആൻഡ് സോഷ്യൽ നോംസ്, ഒരു ഹിന്ദു സൊസൈറ്റിയിലുള്ള മോറൽ ആൻഡ് സോഷ്യൽ നോംസിനെയാണ് വേദാസ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് ഉപനിഷത്തുകളാണ്. ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റാണ്. ഇതിലാണ് ഈ കൺസെപ്റ്റ് ഓഫ് ധർമ്മ, എന്താണ് ധർമ്മ, എന്താണ് കർമ്മ, എന്താണ് മോക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഉപനിഷത്തുകളിലാണ്. മൂന്നാമത് പറയുന്നതാണ് ബ്രാഹ്മണാസ് ആൻഡ് അരണ്യകാസ്. ഇതിൽ റിച്വൽസ് ആൻഡ് റിലീജിയസ് ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ റിച്വൽസ് ആണ് ഒരു സൊസൈറ്റിയിൽ നടത്തേണ്ടത്, എന്തൊക്കെ റിലീജിയസ് ഡ്യൂട്ടീസ് ആണ് ഗവേൺ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇത്രയാണ് ശ്രുതിയിൽ പറയുന്നത്. രണ്ടാമത്തെ ആൻഷ്യൻ സോഴ്സ് എന്ന് പറയുന്നത് സ്മൃതിയാണ്. സ്മൃതി എന്ന് പറയുമ്പോൾ റിമെമ്പേർഡ്. ഈ സ്മൃതിയുടെ അകത്ത് മനുസ്മൃതിയുണ്ട്, യജ്ഞവൽക്കി സ്മൃതിയുണ്ട്, ധർമ്മശാസ്ത്രാസ് ഉണ്ട്. മനുസ്മൃതി എന്ന് പറയുന്നത് ഒരു ഫേമസ് ടെക്സ്റ്റാണ്. ഇതിൻ്റെ അകത്താണ് സോഷ്യൽ ഡ്യൂട്ടീസ്, എത്തിക്സ്, മാരേജ്, ഇൻഹെറിറ്റൻസ്, കാസ്റ്റ് ബേസ്ഡ് ലോസ്, ഇതിൻ്റെയൊക്കെ ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുള്ളത്. മനുസ്മൃതിയാണ് പണ്ടുകാലം തൊട്ടേ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ആൻഷ്യൻ ടെക്സ്റ്റ്. രണ്ടാമത് പറയുന്നത് യജ്ഞവൽക്കി സ്മൃതിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യജ്ഞവൽക്കി സ്മൃതിയിൽ നിന്നാണ് മിതാക്ഷര സ്കൂൾ ഓഫ് ഹിന്ദു ലോ ഒറിജിനേറ്റഡ് ചെയ്തിട്ടുള്ളത് എന്ന്. യജ്ഞവൽക്കി സ്മൃതി എന്ന് പറയുന്നത് അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്മൃതി ടെക്സ്റ്റാണ്. അത് പേഴ്സണൽ ലോൻ്റെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട്, പ്രോപ്പർട്ടി, ഫാമിലി മാറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ആൻഷ്യൻ ടെക്സ്റ്റിനാണ് യജ്ഞവൽക്കി സ്മൃതി എന്ന് പറയാറ്. മൂന്നാമത് പറയുന്നത് ധർമ്മശാസ്ത്രാസ് ആണ്. ധർമ്മശാസ്ത്രാസിൻ്റെ അകത്താണ് എങ്ങനെയാണ് സിവിൽ, ക്രിമിനൽ, പ്രൊസീജിയറൽ മാറ്റേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനൊരു സിസ്റ്റമാറ്റിക് മാനറിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ധർമ്മശാസ്ത്രാസിലാണ്. ഇനി ഇതിൽ മൂന്നാമത് പറയുന്നത് കസ്റ്റമറി പ്രാക്ടീസ് ആണ്, അല്ലെങ്കിൽ ആചാര. ഈ കസ്റ്റമറി പ്രാക്ടീസസ് എന്ന് പറയുന്നത് അത് ലോക്കൽ കസ്റ്റംസ് അല്ലെങ്കിൽ ട്രഡീഷൻസ്. കുറേ കാലങ്ങളായിട്ട് ആൾക്കാർ അത് പണ്ട് തൊട്ടേ ആ ആചാരങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അത് അടുത്ത തലമുറയിലേക്കും അത് അവർ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ മാരേജിൻ്റെ കാര്യമായാലും, പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസിൻ്റെ കാര്യമായാലും, സോഷ്യൽ ഡ്യൂട്ടീസ്, നമ്മൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ കസ്റ്റമറി പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ കസ്റ്റംസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റീസിൽ അത് ബൈൻഡിങ് ആണ്. പക്ഷെ ഒരിക്കലും ഇത് സ്മൃതീസുമായിട്ട് ഇത് കോൺട്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. നാലാമത് പറയുന്നത് കമന്ററീസ് ആൻഡ് ഡൈജസ്റ്റ്, അതായത് സ്കോളേഴ്സ് അവർ ഉണ്ടാക്കിയിട്ടുള്ള കമന്ററീസ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ആൻഷ്യൻ ടെക്സ്റ്റ് വായിച്ചിട്ട് അവർ സമ്മറൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ കമന്ററീസ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയാം. അതായത് മിതാക്ഷര ബൈ വിജ്ഞനീശ്വര, അത് അദ്ദേഹം എഴുതിയിട്ടുള്ളതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിതാക്ഷര സ്കൂൾ പറഞ്ഞപ്പോൾ. നെക്സ്റ്റ് പറയുന്നത് ദയഭഗയാണ്. ദയഭഗ ജിമുത വാഹന എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൻഷ്യൻ സോഴ്സസിൽ നമ്മൾ പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ സോഴ്സസ് ഓഫ് ഹിന്ദു ലോ ആണ്. അതായത് ആൻഷ്യൻ സോഴ്സസ് ഒക്കെ കഴിഞ്ഞ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളൊക്കെ പോയി ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഡെവലപ്പായി വന്ന് അതിനുശേഷം എന്തൊക്കെ സോഴ്സസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ആദ്യം പറയുന്നത് ലെജിസ്ലേഷൻ ആണ്. ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലോസ്, ബേസിക്കലി ആക്റ്റുകൾ. അതായത് ഹിന്ദു മാരേജ് ആക്ട് 1955 വന്നു. അതിൽ മാരേജ്, ഡിവോഴ്സ്, മാട്രിമോണിയൽ മാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ വന്നു. ഹിന്ദു സക്സഷൻ ആക്ട് വന്നു 1956. അതിൽ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടിയും കാര്യങ്ങളും എങ്ങനെയാണ് ഹിന്ദുസിൻ്റെ ഇടയിൽ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞു. ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 വന്നു. അതിലെങ്ങനെയാണ് ചിൽഡ്രൻസിനെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെയാണ് മെയിൻ്റനൻസ് കൊടുക്കുന്നത്, ഫാമിലി മെമ്പേഴ്സ്, ഡിപ്പെൻഡൻസിൻ്റെ കാര്യം, അതൊക്കെ തന്നെ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിൻ്റെ അകത്ത് കവർ ചെയ്ത് വന്നു. നാലാമത് ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 വന്നു. അതിൽ വുമണിന് ഡൊമസ്റ്റിക് വയലൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വന്നു. ഇത്രയാണ് ലെജിസ്ലേഷൻ്റെ കാര്യം നമ്മൾ ഹിന്ദു ലോ ബേസ് ചെയ്തിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസ് ആൻഡ് കേസ് ലോ ആണ്. അതായത് ബേസിക്കലി പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുൻപൊരു കേസ് ഉണ്ടായിരുന്നു, ആ കേസിൽ ഡിസിഷൻ പിന്നീട് അങ്ങോട്ടുള്ള കേസിലും ആ ഡിസിഷൻ റെഫർ ചെയ്തിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വരും. സെയിം ആയിട്ടുള്ള മാറ്റർ ആണെങ്കിൽ ആ ഡിസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെന്റ് വരുന്നതിനാണ് നമ്മൾ പ്രീസിഡന്റ് എന്ന് പറയുക. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ്സ്, സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ജഡ്ജ്മെന്റ് ഹിന്ദു ലോയിന്റെ സോഴ്സ് ആയിട്ട് മാറുക. അതായത് ഹിന്ദു ലോയിനെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരാൻ, ഇൻഡിവിജ്വൽ റൈറ്റ്സ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിനൊരു ഡയറക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ജുഡീഷ്യൽ ഡിസിഷൻസും കേസ് ലോസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റിഫോംസ് ആൻഡ് അമെൻമെന്റ്സ്. അതായത് ഒരുപാട് റിഫോംസ് ആൻഡ് അമെൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എക്സിസ്റ്റിംഗ് ലോസ്. അതായത് നമ്മൾ നേരത്തെ ഹിന്ദു സക്സഷൻ ആക്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതിന് അമെൻമെന്റ് ഉണ്ടായിട്ടുണ്ട് 2005. അപ്പോൾ അങ്ങനെ 2005 അമെൻമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് എന്ത് വന്നു, പണ്ട് സക്സഷൻ ആക്ടിൽ എങ്ങനെയായിരുന്നു, മെയിൽ മെമ്പേഴ്സിനായിരുന്നു പ്രോപ്പർട്ടിന്റെ മുകളിൽ റൈറ്റ് ഉണ്ടായിരുന്നത്. ഇത് അമെൻഡ് ചെയ്ത സമയത്ത് ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവന്നു. അതായത് ഇപ്പോൾ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സണ്ണിനും ഡോട്ടറിനും ഈക്വലി ഡിവൈഡ് ചെയ്യണം. അതായത് പണ്ട് സണ്ണിന് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, അത് വുമണിനും സെയിം ഈക്വൽ റൈറ്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ഗുഡ് കൺസൈൻസ്. അതായത് മോഡേൺ കോണ്ടെക്സ്റ്റിൽ ജഡ്ജ് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ലോ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അവരെ ഗൈഡ് ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ഒന്ന് ഇക്വിറ്റി, ജസ്റ്റിസ്, ഗുഡ് കൺസൈൻസ്. ഇതൊക്കെ ഇത് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടും അതുപോലെ തന്നെ ആൻഷ്യൻ പ്രിൻസിപ്പിളിനെ കണ്ടംപററി നീഡ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കീ ഡിഫറൻസസ് എന്താണ്. നമ്മളിപ്പോൾ ആൻഷ്യൻ സോഴ്സസും പറഞ്ഞു, മോഡേൺ സോഴ്സസും പറഞ്ഞു. അതിന് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ആൻഷ്യൻ സോഴ്സസിൽ ബേസിക്കലി അവർ ബേസ് ചെയ്തിട്ടുള്ളത് റിലീജിയസ് ടെക്സ്റ്റിലും കസ്റ്റംസിലും ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻസിലും ഒക്കെയാണ്. അവർ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ധർമ്മയാണ്. മോഡേൺ സോഴ്സിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ മോഡേൺ സോഴ്സസിൽ എത്തിയപ്പോൾ കോഡിഫൈഡ് ലോസ്, ആക്റ്റുകൾ വന്നു, ജുഡീഷ്യൽ ഡിസിഷൻസ് വന്നു, കേസ് ലോസ് വന്നു, കുറച്ചും കൂടി ഫ്ലെക്സിബിളായി ലീഗൽ മാറ്റേഴ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ടായി മോഡേൺ സോഴ്സസ്. ഇനി ഇതിനൊരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ ആൻഷ്യൻ സോഴ്സസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഫൗണ്ടേഷൻ ബേസിസിൽ വന്നിട്ടുള്ളത് റിലീജിയസ് ടെക്സ്റ്റും കസ്റ്റംസും സ്കോളർലി ഇന്റർപ്രിട്ടേഷൻസും ആണെങ്കിൽ മോഡേൺ സോഴ്സസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേഷനും ജുഡീഷ്യൽ ഡിസിഷൻസും കേസ് ലോസും ഇതൊക്കെയാണ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.